وَلِمَنْ خَافَ مَقَامَ رَبِّهِ جَنَّتَانِ. റബ്ബിന്റെ സ്ഥാനം ഭയപ്പെടുന്ന, നാളെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ വിചാരണക്ക് നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ബോധത്തോടു കൂടി ദുന്യാവിൽ ജീവിച്ചോന് രണ്ട് സ്വർഗമുണ്ട്. രണ്ട് സ്വർഗം. എന്താ രണ്ട് സ്വർഗം? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, ആ രണ്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ദുന്യാവിലെ സ്വർഗമാണ്. ദുന്യാവിലെ ജീവിതത്തിൽ സ്വർഗം ആസ്വദിക്കാത്തവൻ ആഖിറത്തിലെ സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞു. അതേ ഈ ദുന്യവിയായ ജീവിതത്തിൽ ഒരു സ്വർഗം. മക്കൾക്ക് അസുഖമാണ്, ക്യാൻസർ ആണ്, ഭർത്താവിന് മാറാവ്യാധിയാണ്, ആക്സിഡന്റ് ആയി നടക്കാൻ വയ്യ, പ്രയാസങ്ങളാണ്, ഭൗതികമായി നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്. ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ട് വേണം ജീവിക്കാൻ. എന്നാലും ഒരു സുഖമുണ്ട് ജീവിതത്തിന്, മനസ്സിലൊരു സുഖം. കാരണം എന്റെ റബ്ബിനെ എങ്ങനെ പരീക്ഷിക്കണം. ഇവിടെ കുറെ ആൾക്കാരെ പൈസക്കാരാക്കിയതും കുറെ ആളുകളെ പാവങ്ങളിൽ നിന്ന്, വല്ല സഹോദരങ്ങളെ പാവങ്ങളെക്കാൾ കഷ്ടപ്പെടുന്നവർ, പാവങ്ങൾ എന്ന് പറഞ്ഞാൽ റേഷൻ പിടിയിൽ നിന്ന് അരി വാങ്ങി തൊടുവിൽ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് വല്ല കർമ്മൂസൊക്കെ ഉണ്ടാക്കിയാലും ജീവിക്കുകയൊക്കെ ചെയ്യാം. ജീവിക്കാൻ കുറെ പൈസന്റെ ആവശ്യമില്ല. നിങ്ങൾ നോക്കി, ജീവിതം നിലനിർത്താൻ മുന്നോട്ട് പോകാൻ കുറെ വരുമാനം വേണമെന്നില്ല. റേഷൻ പിടിയിൽ നിന്ന് കിട്ടുന്ന അരി ഒന്നിങ്ങനെ തൊടുക്ക് ഇറങ്ങി ആരാന്റെ തൊടുന്നൊരു കർമ്മൂസട്ടി അത് ചാറിച്ചാലും ജീവിച്ചു പോകും. സർക്കാർ ആശുപത്രി കൊണ്ടുപോയാൽ മതി. അസുഖം ഉണ്ടാവുമ്പോൾ കൂടുതൽ വലിയ അസുഖം ഉണ്ടാകുന്ന പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ചികിത്സ നടക്കൂലെങ്കിൽ ഈമാനോട് മരിച്ചാൽ മതി. ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി കുട്ടികളെ, ചെലവില്ല. ഇപ്പൊ ജീവിക്കാൻ വലിയ ചെലവിന്റെ ആവശ്യമില്ല. ചെലവ് പിന്നെ എന്തിനാ വെച്ചാല് 2-3 ഫോൺ റീചാർജ് ചെയ്യണം, പെണ്ണുങ്ങളെ ഫോൺ റീചാർജ് ചെയ്യണം, നമ്മളെ ഫോണിൽ നെറ്റ് ഡാറ്റ വേണം, യൂട്യൂബ് കാണണം, വീഡിയോ കാണണം, കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം, ഇപ്പൊ കപ്സ തിന്നണം, ബിരിയാണി തിന്നണം, റേഷൻ പിടിയിൽ അരി പറ്റൂല, മട്ടരി ചോറ് തിന്നണം, നല്ല ജയന്റെ അരിന്റെ ചോറ് വേണം, മണം പറ്റൂല. അതിനാണ് ചെലവ്, അല്ല സാധാ ജീവിതത്തിന് ചെലവില്ല. അപ്പൊ ഈ ദുന്യാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്. ആ സ്വർഗം ആസ്വദിക്കുക എന്നുള്ളത് അത് മുൻകഴിഞ്ഞ ഇമാമിങ്ങളും പണ്ഡിതന്മാരും നല്ല ദീനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് നുകർന്ന ആളുകളൊക്കെ അത് അനുഭവിച്ചിരുന്നു. നമ്മളെ കാലഘട്ടത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അങ്ങനെ ഇസ്ലാമികമായ ഒരു ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്താൻ പറ്റില്ല. നമുക്ക് എന്നും പ്രയാസമാണ്. 5 നേരം നിസ്കരിക്കണം. 5 നേരം നിസ്കരിച്ചാൽ അത്ര സിമ്പിൾ ഒന്നല്ല, കുറച്ച് മെനക്കെടണം. ഒരു ഏർപ്പാടുള്ളവരോട് ചോദിച്ചാൽ മതി. ഒന്നിങ്ങനെ 100 സ്കെച്ച് വന്ന് പള്ളിക്ക് വന്ന് പിന്നെ അസർ സ്കെച്ചാനാവും, അസർ സ്കെച്ച് വന്ന മഗ്‌രിബ് സ്കെച്ചാനാവും. അങ്ങനെ അത്ര ഈസി ഒന്നല്ല. ചിലർക്ക് പറയും 5 നേരം നിസ്കരിച്ചാൽ പോരെന്നൊക്കെ ചോദിച്ചു. സംഭവം അങ്ങനെ ഈസി ഒന്നല്ല നിസ്കരിച്ചാൽ. അത് അതിന്റെ മട്ടിനനുസരിച്ച് നിസ്കരിച്ചാൽ കുറച്ച് സമയമൊക്കെ എടുക്കും. അതൊരു ഏർപ്പാടുള്ളവന് കുറച്ച് ഇടങ്ങാറൊക്കെ ഉണ്ടായില്ലേ. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ മതം ഭയങ്കര ഇടങ്ങാറാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ മതത്തിന്റെ എല്ലാം കൂടി എല്ലാം ഒരു പ്രയാസകരമായി കാണുന്ന ആളുകൾ. ഹറാം, അവിടെ നോക്കിയാൽ ഹറാം, ഇങ്ങോട്ട് നടക്കാൻ വെച്ചാൽ അങ്ങോട്ട് നോക്കാൻ വെച്ചാൽ ഇതെന്തോ വലിയൊരു ഈ മതം എന്നുള്ളത് ഒരു പ്രയാസമാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് ആളുകളൊക്കെ മതത്തെ കാണുന്നത്. ജീവിതത്തിന്റെ ഇസ്ലാമിന്റെ ഒരു സുഖമുണ്ട്. റബ്ബിന്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിന്റെ തണലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമുണ്ട്. അത് 90% മുസ്ലിങ്ങൾക്കും കിട്ടുന്നില്ല. എല്ലാവരും പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്.